അപ്പൊ ഞാൻ ഇത് വെച്ച് ചോദിക്കട്ടെ, ഇപ്പൊ ഇൻ കേസ് മാമിന് പറഞ്ഞു കൊടുക്കണത്, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ടീനേജ് ആയും ശരി, മിഡിൽ ഏജ്ഡ്, പിന്നെ കുറച്ചും കൂടി എൽഡർലി, അങ്ങനെ വരുമ്പോൾ ഒരു പാക്കേജ് 6 മന്ത്സിലോ 1 ഇയറോ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ, സോ ദാറ്റ് നമുക്ക് അറിയാം വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് അവർ ബോഡി. അങ്ങനെ മാമിന് പറഞ്ഞുതരാൻ പറ്റുമോ? എനിക്കൊരു ഏജ് വൈസ് ഒരു ടീനേജ് കുട്ടി പഠിക്കുന്ന ഒരു സ്റ്റേജ് ആണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാട് ഇല്ലാതാണ്, അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഒരു 17-18 വയസ്സ് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി അവർ ആ ഒരു ടീനേജ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തൈറോയിഡിന്റെ ഫംഗ്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിലപ്പോൾ തടി ഉണ്ടാവും. അപ്പോൾ തടി കുറയാൻ വേണ്ടി അമ്മമാരും അല്ലെങ്കിൽ സ്വയം ഒരു അവനവന്റെ ഇൻഡിവിജ്വാലിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്ന സമയമാണല്ലോ. അതെ. അപ്പം നമ്മൾ ഇത്രയും തടി പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അങ്ങനത്തെയൊക്കെ കാണിക്കും. അപ്പോൾ അതിനു മുമ്പ് നമ്മളൊരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബിക്കോസ് ഈ നമ്മുടെ ബോഡി ആ സമയത്താണല്ലോ ഹോർമോണൽ ചേഞ്ചസും പീരീഡ്സ് ഒക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പീരീഡ്സ് ഒക്കെ വരാനുള്ള ആ ഒരു വന്നതിന്റെ റെഗുലറൈസ് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പൊ നമ്മളൊരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ തടിയൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്തിട്ട് അല്ല പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ അങ്ങനെ അത് നോക്കണം. എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ നിറയെ ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളാണ്. അവർ ഓടിക്കളിക്കില്ല, എക്സസൈസ് ചെയ്യില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീടൊന്ന് അടിച്ചു വാരി തുടക്കിയെങ്കിലും ചെയ്യും. അല്ലെ? അപ്പൊ എന്റെ പേഴ്സണലി ഞാൻ പലവരോടും പറയും, അടുക്കളയെങ്കിലും ഒന്ന് മക്കളെ കൊണ്ട് തുടപ്പിക്കണം. ഒരു റൂമെങ്കിലും തുടച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നമ്മൾ വീട്ടിലൊക്കെ അടുക്കള രാവിലെയും വൈകുന്നേരവും തുടയ്ക്കുമല്ലോ. അപ്പൊ ആ വൈകുന്നേരത്തെ തൊട അമ്മ മോൾക്കോട് തൊടുന്നതന്നെ അവർ ആ ഇരുന്ന് തുടയ്ക്കുകയാണെങ്കിൽ അവരുടെ അബ്ഡോമൻ, ഇന്ന് കാണുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ പ്രധാന പ്രശ്നം ഈ ഓവറിയുടെ ചുറ്റും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ആ ഫാറ്റ് ഡെപ്പോസിറ്റ് പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെലിയണം. അപ്പൊ പണ്ട് നമ്മൾ ഹൈറ്റ് അനുസരിച്ച് വെയിറ്റ് എന്നൊക്കെ പറയും. ഇപ്പൊ അതിന് പകരം അബ്ഡോമിനൽ സർക്കംഫറൻസ് നോക്കുകയാണ്. പൊക്കിളിന് ചുറ്റും നമ്മളൊന്ന് മെഷർ ചെയ്തിട്ട് സ്ത്രീകൾക്ക് 80 സെന്റിമീറ്റർ കുറവും പുരുഷന്മാർക്ക് 90 സെന്റിമീറ്റർ കുറവും ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത്, പ്രത്യേകിച്ച് കുട്ടികള്, എന്നിട്ട് അവരെ ഭയങ്കര ഇത് വേണം വെച്ചാൽ അവർക്ക് പ്രോട്ടീൻ ആവശ്യമാണ്, അവർ ഗ്രോയിങ് ഏജ് ആണ്, അവർക്ക് കാൽസ്യം എല്ലാം വേണം. അപ്പോൾ നമുക്ക് അവര് ബേസിക് ചെയ്യേണ്ടത് ഒരു CBC ചെയ്യാം. ഹീമോഗ്ലോബിൻ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അറിയാം. ഉണ്ടെങ്കിൽ എന്ത് ഹീമോഗ്ലോബിൻ, പലതരം അനീമിയ ഉണ്ട്. അപ്പൊ അതിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് CBC ചെയ്യണം. വെറും പണ്ടൊക്കെയാണെങ്കിൽ ഹീമോഗ്ലോബിൻ മാത്രം പോയി ചെയ്യും, പ്ലേറ്റ്ലെറ്റ് മാത്രം പോയി ചെയ്യും. അങ്ങനെ അതിന് വരും CBC എന്ന് പറയും, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അത് പോയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 തരം അനീമിയാണ് ഉള്ളത്. ഒന്ന് അയൺ ഡെഫിഷ്യൻസി. അയൺ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ഹീമോഗ്ലോബിനെ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന്. ഹീമോഗ്ലോബിൻ സിന്തസിന് അയൺ വേണം. ആ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ കൊണ്ടുപോവുക, എല്ലാ സെല്ലിലേക്കും കൊണ്ടുപോവാം. അപ്പോൾ അത് അയൺ ഡെഫിഷ്യൻസി ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പ്യൂർ വെജിറ്റേറിയൻസിന് ഒരു മെഗലോബ്ലാസ്റ്റിക് അനീമിയ പറയും. അതാണ് രണ്ടാമത്തെ അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അതും നമുക്ക് ഇതൊന്ന് നോക്കിയാൽ അതിന്റെ ഓരോ പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ പ്യൂർ വെജിറ്റേറിയൻ ഒരു വൈറ്റമിൻ B12, എസ്പെഷ്യലി കുറച്ച് പ്രായവർക്കാണ് വൈറ്റമിൻ. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് പാൻ പരാഗ തിന്നണവർക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് എന്താ പറയാ, കുറച്ച് ജോലിക്കൊക്കെ പോണവർ എന്തെങ്കിലുമൊക്കെ ചവച്ച് തിന്നണ കാണാറുണ്ട് നമ്മൾ അവിടെയൊക്കെ പണിക്ക് വരുന്നവര്. അപ്പൊ അവർക്കൊക്കെ ചിലപ്പോ അപ്പൊ ഈ CBC ചെയ്താൽ ഇത് രണ്ടും. പിന്നെ ഒരെണ്ണം നോർമോസൈറ്റിക് നോമോക്രോമിക് അനീമിയ എന്ന് പറയും. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിഡ്നി ഫെയിലിയർ ഒക്കെ ഉള്ളവർക്ക് ഹീമോഗ്ലോബിൻ കുറയും. പക്ഷെ അത് അയൺ കൊണ്ടും അല്ല, ഈ B12 ഡെഫിഷ്യൻസി കൊണ്ടും അല്ല. അവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിയിലെ ഒരു സാധനം കൊണ്ടാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ വേണ്ട ഒരു റോ മെറ്റീരിയൽ കിഡ്നി ഉണ്ടാക്കണം. അപ്പൊ കിഡ്നിക്ക് കേടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റോ മെറ്റീരിയൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഏത് തരം അനീമിയാണ് നമ്മൾ പറയണവർക്ക് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പൊ CBC ചെയ്യാം. പിന്നെ ഒരു യൂറിൻ റൊട്ടീൻ, വല്ല ചെറിയ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത്, അത് രണ്ടുമാണ്. ആര് ടെസ്റ്റ് ചെയ്യണം, ഇത് രണ്ടുമാണെങ്കിൽ നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ തൈറോയിഡ് ടെസ്റ്റ് പറ്റുകയാണെങ്കിൽ, നല്ല തടിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ലൈപ്പിഡ് പ്രൊഫൈൽ ചെയ്യാം. പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ. ഇത്രയാണ് ടീനേജ് വേണമല്ലോ. അവര് ഡിപ്പെൻഡ് ചെയ്യുന്ന വൺസിന് ചെയ്യാൻ. നമുക്ക് ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വൺസിന് ഇയർ ചെയ്യാം, ഇല്ലെങ്കിൽ ആവശ്യമില്ല. നമ്മൾ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ബോഡിയൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അവള് തടിയൊന്നുമില്ല, ഹൈറ്റ് സർക്കംഫറൻസ് ഒക്കെ നല്ല നോർമലാണ്, കുട്ടി അത്യാവശ്യം എന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്നുണ്ട്, രാവിലെ
ഓടിക്കളിക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ആ. അല്ലെ. പിന്നെ എന്താ പറയാ ഷട്ടിൽ ചെയ്യാം അല്ലെ അടിച്ചു വെറുതെ ഒന്ന് അതേ ആ നടക്കുള്ളൂ ആ തോന്നുന്നുണ്ട്. അത് തുടച്ചാലും മതി. ഒരു റൂം അടുക്കള അല്ലെങ്കിൽ അവനവന്റെ ബെഡ്റൂം ഒന്ന് തുടയ്ക്കാം. മാം അതുപോലെ ഇപ്പൊ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു കുറേ കേൾക്കുന്നുള്ള ഒരു ടൈമാണ്. അപ്പൊ ഇത് നമുക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചെയ്യണം. അത് ഇന്നാളെ ഞാനൊരു സ്കൂളിൽ പോയപ്പോഴാ കണ്ട. ഇപ്പൊ സ്കൂൾസിലൊന്നും ഓപ്പൺ ഇതില്ല, ഗ്രൗണ്ട് ഇല്ല. പണ്ട് ഞമ്മളൊക്കെ പഠിക്കണ കാലത്ത് ഇന്റർവെൽ സമയത്ത് സ്കൂളിലേക്ക് അങ്ങോട്ട് അതെ. ഓടുക അല്ലെ, ഗ്രൗണ്ടിൽ ഓടി കളിക്കുക. 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് ഓടി കളിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴും നമുക്ക് വിൽ ഗെറ്റ് ടൈം ഒരു 15 to 20 മിനിറ്റ്സ് ഓട്. ഇപ്പൊ അങ്ങനത്തെ ഗ്രൗണ്ട് ഇല്ല, എല്ലാം കവേർഡ് ആണ്. അപ്പൊ വൈറ്റമിൻ ഡി ശരിക്കും എങ്ങനെയുണ്ട് വെച്ചാൽ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ വീണ് കഴിയുമ്പോഴാണ് അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് വൈറ്റമിൻ ഡി ഇത് വരണത്. ആ, അപ്പോൾ സൂര്യപ്രകാശം നമുക്ക് ഇല്ലല്ലോ, അതെ. കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നത്. അപ്പൊ കുട്ടികൾക്കും ഉണ്ട്, ഇപ്പൊ ജനിച്ച കുട്ടികൾക്ക് വരെ ഉണ്ടാവും. ബിക്കോസ് അമ്മയ്ക്ക് വൈറ്റമിൻ ഡി ഉണ്ടാവില്ല. ആ. അപ്പൊ കുട്ടികളെ കുറച്ച് കഴിയുമ്പോഴേക്കും കുട്ടികളുടെ കാലൊക്കെ ഇത്തിരി വളയാൻ തുടങ്ങും. അങ്ങനെ ഞാനൊക്കെ പ്രഗ്നന്റ് ആകുമ്പോ പറഞ്ഞത് ഓർമ്മയുണ്ട്. നമ്മളോട് സെറ്റും മുണ്ടും ഉടുക്കാൻ. ആ. സെറ്റും മുണ്ടും ഉടുത്തിട്ട് കുറച്ച് വെയില് വയറിൽ കൊള്ളുന്നെ. തട്ടിക്കോട്ടെ, ആ, ആ. അപ്പം കുട്ടിക്ക് അതൊക്കെ കറക്റ്റാ. ശരിക്കും ഐഡിയലി വൈറ്റമിൻ ഡി ഇപ്പൊ കിട്ടണമെന്നുണ്ടെങ്കിൽ 12 മണിക്ക് ഷർട്ട് ഇടാണ്ട് അല്ലെങ്കിൽ ഇതിടാണ്ട് ബാക്കില് ഹാഫ് ആൻ അവർ അടിക്കണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത്ര ഇതില്ല സ്ഥിരമായിട്ട്. ഇപ്പൊ പണ്ടൊക്കെ ഇതില്ലാത്ത, ഒന്നാമത് അതിന്റെ അവയർനെസ് കുറവ്, അല്ലെങ്കിൽ നമ്മളെല്ലാരും സ്കൂളിലേക്ക് നടന്നു പോവും. രാവിലെ ആലിന്റെ മരമൊക്കെ നമ്മളെ പ്രദക്ഷിണം വെക്കും അല്ലെ, 21 പ്രാവശ്യം 14 പ്രാവശ്യം എന്നൊക്കെ പറയും. അപ്പൊ പിന്നെ കടകളിലും പോവും. ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ വീട്ടിൽ AC, ആ. കാറിൽ AC, നേരെ പോണ മോളിലെ AC, ആൻഡ് സ്കൂൾസിലും കോളേജസിലും ഇപ്പൊ എസ്പെഷ്യലി AC റൂംസ് ഒക്കെ വരുന്നുണ്ട്, കുറച്ചൊക്കെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയി. അതുകൊണ്ട് ഡെഫിഷ്യൻസികളും സൈഡ് ബൈ സൈഡ് വരും. അതെ അതെ അതെ. പിന്നെ മാം അപ്പൊ ഈ 20 to പിന്നെ നമുക്ക് അടുത്തൊരു ഏജ് ഗ്രൂപ്പ് എത്ര എടുക്കാം? 20 to 40 ആണോ? എനിക്ക് 20 to 40 വേണമെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്താൽ മതി. Same തന്നെ. സെയിം ചെയ്താൽ മതി. ആൻഡ് എബോവ് 35 അല്ലെങ്കിൽ എബോവ് 40 ആണ് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പൊ അവര് 40 ഒക്കെ ആകുമ്പോഴേക്കാണ് നമ്മുടെ വയറിന്റെ അവസ്ഥയൊക്കെ ഇത്തിരി കൂടുതലായി, നമ്മൾ തീറ്റ കൂടുതലാവും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. ഇനി ഒന്നും വന്നില്ലെങ്കിൽ എബോവ് 40 ഇയേഴ്സ് വൺസ് എ ഇയർ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം. ഓക്കെ. എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാണുന്നത് ഒരു ഇത്, ഡ്രിങ്ക്സ് കഴിക്കുന്നില്ലെങ്കിലും ഫാറ്റ് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വരുന്നുണ്ട്, ഫാറ്റി ലിവർ. അപ്പൊ അത് ഒട്ടും നന്നല്ല. അത് എഗെയിൻ സിറോസിസ് ആയി പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് അങ്ങനത്തെ ഇതിലേക്കൊക്കെ പോകും. അപ്പൊ അത് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്ന കുറച്ച് ബ്ലഡ് ടെസ്റ്റ് മാത്രം മതി. പിന്നെ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് ഒരു അൾട്രാസൗണ്ട് എന്തായാലും വേണം ലിവറിൽ. അപ്പൊ ഇന്നാളെ എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഒരു റിലേറ്റീവിന് ഒരു കാലില് മാത്രം നീര് വന്നു. ഓക്കെ. അപ്പൊ എൻ്റെ അടുത്ത് വന്നു, എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ സാധാരണ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തൊക്കെ നോർമലി. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നാ ഒരു അൾട്രാസൗണ്ട് ചെയ്യാം. നോക്കിയപ്പോ വയറ്റിലുള്ള കഴല എന്ന് പറയില്ലേ, ലിംഫ് നോഡ്, അത് മാത്രം കുറച്ച് വലുതായിരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ അത് പരിശോധിച്ചപ്പോ അവർക്ക് ലിംഫോമ എന്നുള്ളൊരു ക്യാൻസർ ആയിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് സുഖമായി രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ കണ്ടോണ്ട ഈ കാലിലെ നീര്, ഒരു കാലില്. അതിന്റെ പിന്നാള് വേറെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ പരിചയമുള്ളവർക്ക് വന്നിട്ട് ഇതേമാതിരി ഒരു കാലിൽ നിന്ന് വന്നിട്ട് എന്താ ചെയ്യേണ്ടത് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയും പോയി അൾട്രാസൗണ്ട് ചെയ്യുള്ളൂ, ബിക്കോസ് ഇങ്ങനെ നോക്കിയപ്പോ അവർക്ക് ഓവേറിയൻ ക്യാൻസർ. അപ്പോ ഈ വെച്ചാൽ നോർമലി 2 കാലിലും നീര് വരികയാണെങ്കിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് വരാം. അതാണ് ഏറ്റവും നമ്മൾ പറയുക, പ്രോട്ടീൻ ഡെഫിഷ്യൻസി. അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും ഇപ്പൊ ഇത് കേൾക്കണവർക്ക് തോന്നണ്ട അയ്യോ ഞങ്ങളുടെ കാലിലുണ്ട്. പ്രഗ്നൻസിയില് ഓവർ യൂട്രസ് വലുതാവുമ്പോ ബാക്കിലേക്കുള്ളതിനൊക്കെ പിടിച്ച് അമുത്തുമല്ലോ, അപ്പൊ ഇച്ചിരി ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് പോയി. അതുകൊണ്ട് 2 കാല്. അതെ, ആനയുടെ സൈസ് ഉണ്ടായിരുന്നു എന്റെ കാലൊക്കെ. 2 കാലുണ്ടോ? ആൻഡ് ലെഫ്റ്റ് എന്താ പറയാ, റൈറ്റ് ഇത്തിരി കൂടുതലായിരിക്കും. ബിക്കോസ് എന്താണ് യൂട്രസ് ലെഫ്റ്റ് സൈഡിലാണ് കുറച്ച് കൂടുതൽ. അപ്പൊ അവിടെ കംപ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ ഇപ്പൊ മാം പറഞ്ഞില്ലേ, ഇപ്പൊ ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു ഡയഗ്നോസ് ചെയ്ത് വരുമ്പം മാമിന് നാച്ചുറലി നമുക്ക് അടുത്തുള്ള ആളോട് ഒരു അഷുറൻസ് വിളിച്ച് ചോദിക്കും. ഇങ്ങനെ പറയുമ്പോ ചില സമയത്ത് മാം ആ റിപ്പോർട്ട് വായിക്കുമ്പോ മാമിന് അത് അവരോട് പറയാൻ ബുദ്ധിമുട്ടുള്ള ചില ഒക്കേഷൻസ് വരും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും അല്ലെ മാം? അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ, ഒരു പേഴ്സണലി വരാൻ പറയും.
പേഴ്സണലി വരാൻ പറയുമ്പോൾ നമ്മൾ തുറന്നപ്പോൾ പറയും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ പണ്ടത്തെ മാതിരിയല്ല. പണ്ട് നമുക്ക് അസുഖം തന്നെ ഒരു പേടിയാണ്. ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ് എവ്രി ഒന്നല്ലെങ്കിൽ വീട്ടിലൊരാൾക്ക് ഡയബറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ BP കൂടുതലായ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഓൾമോസ്റ്റ് ക്യാൻസറും ഇങ്ങനെ ഒരു വല്ലാണ്ട് റാമ്പൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പേടി ചിലവർക്ക് വരാൻ തന്നെ പേടിയാണല്ലോ, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വരെ എനിക്ക് ക്യാൻസർ ആവുമെന്നത്. പക്ഷെ അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് അവയർനെസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് ജനങ്ങൾക്ക്, ക്യാൻസർ അവയർനെസ്. അതേമാതിരി തന്നെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പണ്ടാണ് അത്രയല്ല. പണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഒരേ മാതിരത്തെ ട്രീറ്റ്മെന്റ്. ഒരു ബ്രസ്റ്റ് ക്യാൻസർ 10 സ്ഥലത്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്താലും ഒരു പ്രോട്ടോകോള്, എവിടെ പോയാലും ഇതേ ട്രീറ്റ്മെന്റ്. ഈ ബ്രസ്റ്റ് ക്യാൻസറിന് അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ ഈ ട്രീറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേജിൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ ജനറ്റിക് ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ജനറ്റിക് ഐഡന്റിഫിക്കേഷൻ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ കൊണ്ടാണോ ഈ ക്യാൻസർ വരാൻ കാരണം, അത് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ആ മ്യൂട്ടേഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. അപ്പൊ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. ഇതൊക്കെ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കേൾക്കുന്നു അല്ലേ നമുക്ക് അറിയണ അല്ലെ നമ്മളെല്ലാരും അറിയണ ഫിലിം ആക്ടർ ഒരാളുണ്ട്. അവര് അമേരിക്കയില് ട്രയലിന് വില്ലിങ് ആയി, നൗ ഷീ ഈസ് ബാക്ക്. അങ്ങനെ ഇപ്പൊ നമ്മളുടെ പാലക്കാട് വരെ വേണമെങ്കിൽ, അല്ലെങ്കിൽ തൃശ്ശൂര് ഒക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് ഓൾ മാലിഗ്നൻസീസ് പക്ഷെ നേരത്തെ കണ്ടുപിടിക്കണം. ഇത്രയാണ് എന്തായാലും നേരത്തെ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ റീസെന്റ് ഞങ്ങളുടെ ഒക്കെ ഒരു ഏജ് ഗ്രൂപ്പ് ഉള്ള ഒരു ലേഡി 3 months ഗ്യാപ്പിൽ മാം അവർ ഐഡന്റിഫൈ ചെയ്ത് മരിച്ചു. 3 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സ്റ്റേജ് 4 ആയിരുന്നു. എന്തായിരുന്നു അത് ഞാൻ മെൻഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല മാമിന്. ബോണിലായിരുന്നു. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്ന, അവര് മുമ്പ് തൊട്ടേ ഏതോ ഒരു സിംറ്റം കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഞാൻ സംസാരിച്ചപ്പം കേട്ടത് ക്ഷീണം മാത്രം. ക്ഷീണം ക്ഷീണം. ഇപ്പൊ ഞാൻ ഒരു ചെറിയ സിമ്പിൾ പറഞ്ഞുതരാം. മെയിൽസിന് അല്ലെങ്കിൽ പീരീഡ്സ് നിന്ന ഫീമെയിൽസും മെയിൽസും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അവർക്ക് ഹീമോഗ്ലോബിൻ 10 ഗ്രാമിൽ താഴെയാണെങ്കിൽ, CBC നമ്മൾ നോക്കിയിട്ട് 10 ഗ്രാമിൽ താഴെയാണ്, ആ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഞാൻ പറഞ്ഞില്ല 1-2 പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് നോക്കുമ്പോൾ മനസ്സിലാവും ഇവർക്ക് അയൺ ഡെഫിഷ്യൻസി, അനീമിയ. അങ്ങനെ അയൺ ഡെഫിഷ്യൻസി ഇവർക്ക് എന്തിനു വന്നു? ഓക്കെ. അപ്പൊ എവിടെയോ ബ്ലീഡിങ് ഉണ്ട് ശരീരത്തില്. പക്ഷെ നമുക്കതറിയില്ല. അപ്പോൾ നമ്മുടെ ഒക്കെ ബ്ലഡ് ചെയ്ത് സ്കോപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ക്യാൻസർ, കോളൻ ക്യാൻസർ, ലാർജ് ഇൻറ്റസ്റ്റൈനിലെ നമ്മൾ പറയില്ലേ കോളൻ, ആ കോളൻ ക്യാൻസർ അല്ലെങ്കിൽ സ്റ്റൊമക് ക്യാൻസറിന്റെ കോമണസ്റ്റ് സിംറ്റം ആണ് ഈ ഹീമോഗ്ലോബിൻ കുറയുക, അയൺ ഡെഫിഷ്യൻസി, അനീമിയ. അതുകൊണ്ടാ പറഞ്ഞേ CBC ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് യു ഷുഡ് നോ, ഇന്റർപ്രറ്റ് ചെയ്യാനും അറിയണം. വെറുതെ നമുക്ക് അങ്ങനെ അത് ചെയ്തിട്ട് മാത്രമല്ല, അതൊരു സീരിയസ് ആയിട്ട് തന്നെ നോക്കേണ്ട ഒരു റിപ്പോർട്ടാണ് CBC. അതിലെങ്ങനെ അയൺ ഡെഫിഷ്യൻസി ആണോ അങ്ങനെയാണോ എന്നുള്ളത് അറിയാണ്ട് നമുക്ക് ഒന്നും ചെയ്യില്ല. അപ്പൊ അതെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, അവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കുകയാണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയി വരും. ഇങ്ങനെ സിമ്പിൾ ആയി നമ്മളിപ്പോ വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ക്ഷീണം, അല്ലെങ്കിൽ കൈകാൽ വേദന, പെട്ടെന്ന് മെലിയ, ഇതൊക്കെയാണ് ഈ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ റീസൺസ് ഇല്ല, കഴിക്കാൻ പറ്റണില്ല. ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെൻസേഷൻ കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ അതുപോലെ അങ്ങ് ഒരുവിധ ഹെൽത്തി ആയിട്ടിരിക്കുന്നവര് പെട്ടെന്ന് അങ്ങ് മെലിയ. അപ്പം ഗോപു പറഞ്ഞ ആ ഒരു പോയിന്റ്സിന്റെ കൂടെ ഇത് ഞാൻ കുറച്ച് നോട്ടീസ് ചെയ്യുന്നുണ്ട്. മാമിനോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളോടൊന്ന് കെയർഫുൾ ആവാൻ, ആസ് എ ഫ്രണ്ട്, പ്രൊഫഷണൽ എന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ സിംറ്റം കണ്ട ഈ ടെസ്റ്റുകൾ ചെയ്തോളൂ, അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുമോ? പെട്ടെന്ന് മെലിയാനുള്ള ഒരു കാരണം, ഏറ്റവും കോമണസ്റ്റ് കാരണം ഡയബറ്റിക്കാണ്. ഡയബറ്റീസ് കൊണ്ടാണ് പെട്ടെന്ന് തടിയൊക്കെ ഉള്ള ഒരാൾ മെലിങ്ങിയ വരും. അപ്പൊ നമുക്കൊരു ഷുഗർ നോക്കാം, HbA1c നോക്കാം, പറയാൻ പറ്റും. പിന്നെ ബെൽച്ചിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്യാം. അൾട്രാസൗണ്ട് ചെയ്തിട്ട് പിന്നെ അതിലൊന്നും ഇല്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ട് ഒരു സ്കോപ്പി ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് അതിലൊരു ബയോപ്സി എടുത്തിട്ട് തരും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ നമ്മൾ പലതും ഭക്ഷണം കഴിക്കാനും, പക്ഷെ ഇതേമാതിരി ചെയ്യാം. അല്ലെങ്കിൽ മോഷനില് നമ്മുടെ കക്കൂസ് പോണ മലം, അതെടുത്തിട്ട്
ഒക്കൾട്ട് ബ്ലഡ് നോക്കണം. ഓക്കെ. അത് നോക്കുമ്പോൾ മഞ്ഞ നിറം തന്നെ ആയിരിക്കാം. പക്ഷെ അതിൽ നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് അതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, ഒക്കൾട്ടായിട്ട് കിടക്കുന്നുണ്ടോ എന്ന്. അത് പോസിറ്റീവ് ആണെന്നുണ്ട് പേഷ്യന്റിന് വേറെ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റി ഒന്നും കഴിഞ്ഞിട്ടോ അതിന്റെ മരുന്ന് ഒന്നും കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബ്ലഡ് വന്നു നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ നോക്കണം. ഇപ്പൊ ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഓക്കെ, അവർക്ക് അവരുടെ ഹീമോഗ്ലോബിൻ നമ്മൾ കുറയുമ്പോൾ ഒരു നിങ്ങളുടെയൊക്കെ ഏജിന് അത് വരാമല്ലോ. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ഒരു ലിമിറ്റിലല്ലേ ഹീമോഗ്ലോബിൻ കുറയാൻ പാടുള്ളൂ. 150 ml അല്ലേ നമുക്ക് പോവുള്ളൂ. അപ്പൊ അതിന്റെ ഹീമോഗ്ലോബിൻ ഇത്രേ കുറയാൻ പാടുള്ളൂ. പെട്ടെന്ന് കുറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും ടെസ്റ്റുകൾ നമ്മൾക്ക് എന്തെങ്കിലും, എന്റെ ഒരു ബേസിക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വ്യത്യാസം വന്നാൽ അതെന്തായാലും ഇപ്പൊ ശബ്ദമാറ്റം തന്നെ ഓക്കെ. ഒരു സിമ്പിൾ, നമ്മൾ പറയും എന്താ ക്ലൈമറ്റ് ശരിയില്ല, തണുപ്പാണ്, അങ്ങനെ ഇങ്ങനെ, അല്ലെ ഇന്നലെ ഞാൻ ഐസ്ക്രീം കഴിച്ചു, ഇന്ന് നാരങ്ങ വെള്ളം കുടിച്ചു എന്ന്, അതൊക്കെ മാറണമെങ്കിൽ വിത്തിൻ 10 days മാറും. ഓക്കെ. ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ബിയോണ്ട് ഒരു 3 weeks, ഐഡിയലി 6 weeks പറയും. എന്ത് അസുഖവും അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു 6 ആഴ്ചയുടെ ഉള്ളിൽ മാറിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം. ഇതൊരു നല്ല ഇല്ല, point. എന്ത് നമുക്ക് അതേമാതിരി പിന്നെ ഒരു പറയാനെന്ന് വെച്ചാൽ വേദന ഇല്ലാത്ത കുറെ മുഴകള് പലപ്പോഴും ബ്രസ്റ്റിന്റെ ഒരു പ്രോബ്ലം വരുമ്പോഴേ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, വേണം അത് വേദനയെ ഉണ്ടായില്ല ഡോക്ടർ ഇത്രയും കാലം, ഇപ്പോഴാ വേദന വന്ന് എന്ന് പറയും. പക്ഷെ വേദന ഇല്ലാത്ത മുഴകൾ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആണ് ഏറ്റവും അപകടകാരികള്. വേദന ഉണ്ടാവില്ല, വേദന വന്നു എന്നറിയാം അതിന്റെ സ്പ്രെഡ് ആണെന്നാണ്. അപ്പൊ എവിടെ നമുക്ക് മുഴ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കണം, കംപ്ലീറ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യണം. അത് മാം, അത് പറയുമ്പോ ഈ മാമോഗ്രാം ഉം. നമ്മള് ഏകദേശം എത്ര ഏജ് കഴിയുമ്പോഴാണ് ഇതൊന്ന് നോക്കണ്ടേ? ഏത് ഡ്യൂറേഷനിൽ നമ്മൾ ഇത് ചെയ്യണം? മാമോഗ്രാം ഐഡിയലി ചെയ്യേണ്ടത് എബോവ് ദ ഏജ് ഓഫ് 40 ഓക്കെ. 40 yearsന്. അതുവരെ നമ്മൾ അൾട്രാസൗണ്ടാ ചെയ്യാം. എബോവ് ദ ഏജ് ഓഫ് 40 ആകുമ്പോഴേക്കും നമ്മളുടെ കുറച്ചും കൂടി ഫാറ്റൊക്കെ ഇതാവും, നമുക്ക് അറിയാൻ പറ്റും. അപ്പോഴും നമ്മൾ ഇവിടെ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ മാമോഗ്രാമിന്റെ കൂടെ റേഡിയോളജിസ്റ്റിനെ കൊണ്ടൊരു സോണോഗ്രാമും കൂടി ചെയ്യും, അൾട്രാസൗണ്ടും കൂടി ഞാൻ അതെ. ചെയ്തിരുന്നു. അപ്പൊ എന്നാലേ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പാക്കാൻ പറ്റില്ല മാമോസോണോ. പിന്നെ വൺസ് ഇൻ 3 years ആണ് ഐഡിയലി. എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിനോ ഒന്നും വീട്ടിലൊരു ബ്രസ്റ്റ് മാലിഗ്നൻസി ഇല്ല, അല്ലെങ്കിൽ ഒവേറിയൻ മാലിഗ്നൻസിയോ എൻഡോമെട്രിയൽ കാൻസറോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വൺസ് ഇൻ 3 years ചെയ്താൽ മതി. പക്ഷെ അമ്മയ്ക്കോ മറ്റേ അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ്ലി യങ്ങർ ഓർ എൽഡർ സിസ്റ്റർക്ക് ബ്രസ്റ്റ് മാലിഗ്നൻസി വന്നിട്ടുണ്ടെങ്കിൽ എവറി ഇയർ യു ഹാവ് ടു ഡിറ്റക്ട് ചെയ്തേ മതിയാവും. അങ്ങനെയാണ് ഏറ്റവും കോമൺ ബ്രസ്റ്റ് മാലിഗ്നൻസി ആണല്ലോ. ഇതൊരു കഷ്ടം, അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമുക്കൊരു ഭയങ്കര ഇൻഹിബിഷനാണ്. അതാണ് ഒരു പ്രശ്നമുള്ളത്, അല്ലെ, ഒരു പേടിയായിട്ട് തോന്നാൻ. അതുപോലെ ഈ ജെൻസിൽ ഇപ്പൊ കാണുന്നതാണല്ലോ ഈ പ്രോസ്ട്രേറ്റ് ക്യാൻസർ, അതും എന്തെങ്കിലും ഇതുപോലെ ടെസ്റ്റുകൾ ഉണ്ടോ? 45 yearsൽ നമ്മളുടെ ഹെൽത്ത് ചെക്കപ്പിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ തന്നെ PSA പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ട്യൂമർ മാർക്കർ എന്നാണ് നമ്മൾ പറയുക. അത് നമ്മളുടെ ബോഡിയിലുണ്ട്. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 4 ആവണം. അപ്പൊ 4ൽ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്യും. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ അവർ പറയും പ്രോസ്റ്റേറ്റ് എൻലാർജ്ഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിത്ത് ദാറ്റ് റിപ്പോർട്ട് നമ്മളൊരു യൂറോളജിസ്റ്റിനെ കാണാം. അപ്പൊ അവരൊരു ഇന്റേണൽ എക്സാമിനേഷൻ ചെയ്യും. അവർ പറയും കുറച്ച് കട്ടി ഉണ്ട് എനിക്ക് തോന്നുന്നു, വി ഹാവ് ടു ഡു എ ബയോപ്സി. അത് നോക്കാം, പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പ്രോസ്റ്റേറ്റ് മാലിഗ്നൻസി ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് കുറേ കൊല്ലങ്ങൾ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് സ്പ്രെഡ് ആവും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഈ രാത്രി യൂറിനേഷൻ ഇടുകയാണ് ഒരു കോമൺ കാര്യം പ്രോസ്റ്റേറ്റ് വലുതായാല്. പക്ഷെ നമ്മളത് തീരുമാനിക്കും, വയസ്സായില്ലേ, ഉറക്കമില്ല, അതുകൊണ്ട് മൂപ്പര് ഉണർന്നിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്ത്, പിന്നെ ഫ്ലോ ഉണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് ഡ്രിപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം PSA എന്തായാലും 45 years കഴിഞ്ഞ 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വൺസ് ഇൻ ഇയർ എന്തായാലും ചെയ്യണം. ആക്ച്വലി നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയാൽ അല്ലേ, ഏർലി ഡിറ്റക്ട് ചെയ്യാം. പ്രിവെൻഷൻ നമ്മളുടെ തലവര എന്നൊക്കെ പറയണ മാതിരി എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നേരത്തെ. ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണം. വൺസ് ഇൻ എ ഇയർ നമ്മളൊരു ഒന്നാമത് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട്. ഇന്ന് ഏറ്റവും കാണുന്നത് അതല്ലേ, നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ ഒന്നിനും ആർക്കും സമയമില്ല, ഒരു കാര്യത്തിനും.
സമയമില്ല. മനസ്സിലാക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയാനും ചിന്തിക്കാനും മാം പറഞ്ഞ പോലെ എപ്പോഴും റീസണിങ് അല്ലെ നമ്മള് ആ. ഇന്നലെ ഞാൻ അത് ചെയ്തോണ്ടായിരിക്കും ഇത് ചെയ്തോണ്ടായിരിക്കും. പക്ഷെ ഞാനിപ്പോ മാം ഈ പറയുമ്പോ ആലോചിക്കുക, എനിക്ക് എന്തെങ്കിലും ഒക്കെ കുഞ്ഞു 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 നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയാൽ ഞാൻ അതിനെ അങ്ങനെ നെഗ്ലക്ട് ചെയ്യാൻ ആരോടും പറയത്തില്ല. അതുപോലെ ഓ അങ്ങനെ വന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടുക. അപ്പൊ ഇപ്പോഴാണ് മാമിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എന്തൊക്കെ വിഡിത്തരങ്ങളാലേ നമ്മൾ കാണിക്കുന്നതെന്ന്. ശരിക്കും നമ്മളുടെ ബോഡി എന്തോ നമ്മൾക്ക് സിഗ്നൽസ് വരുമ്പം നമ്മൾ അത്ര അവെയർ ആയിരിക്കണം. ആൻഡ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബോഡി ഈസ് ഗിവിംഗ് എ സോ മെനി സിഗ്നൽസ്. നമുക്കപ്പം അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. എത്ര നാൾ അത് വരുന്നുണ്ട് എന്ന് ആലോചിക്കണം. അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലേ?